ഡൽഹിയിൽ തന്ത്രപ്രധാന യോഗം. പ്രധാനമന്ത്രി വിവിധ സേനാ തലവന്മാരുമായി യോഗം ചേരുകയാണ്. പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുക്കുന്നു. നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി സേനാ തലവന്മാരെ കാണുന്നത്. ടി.ജി. സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഒരു തിരിച്ചടി ഉടൻ എന്ന സൂചന നൽകുകയാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സജിത്ത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചടിക്ക് രാജ്യമൊരുങ്ങുന്നു എന്ന സൂചനയാണ് പൊതുവിൽ ഈ നീക്കങ്ങളെല്ലാം ഇട നൽകുന്നത്. അതിസുപ്രധാനമായ യോഗങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൻ്റെ നടക്കുന്ന യോഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ നീക്കം. ഇന്ന് പ്രധാനമന്ത്രി മറ്റൊരു പരിപാടിയിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ കുറഞ്ഞ സമയം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന സൂചന പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി ഇപ്പോൾ സേനാ തലവന്മാരെ കാണുകയാണ്. സംയുക്ത സേനാ മേധാവിയുണ്ടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുമുണ്ട്. ഈ നീക്കത്തിന് ശേഷമാണ് നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം, കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. തന്ത്രപ്രധാനമായ തീരുമാനം കൈക്കൊള്ളേണ്ട ഒരു യോഗമാണ് അത്. കാരണം രാജ്യം ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഈ മന്ത്രിസഭാ യോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നാളെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു എന്ന സൂചന തന്നെയാണ് പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും ഇതൊക്കെ വലിയ തരത്തിലുള്ള നീക്കത്തിൻ്റെ തുടക്കം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് പുറമെ വിവിധ സേനാ തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആർമിയിലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ BSF, CRPF അടക്കമുള്ള സേനാ വിഭാഗങ്ങളുടെ തന്നെ തലവന്മാരുടെ യോഗമാണ് ചേരുന്നത്. അങ്ങനെ സംയുക്തമായ ആലോചനകളും കൂടിയാലോചനകളും നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നു. ഇതിനിടയിൽ നയതന്ത്ര തലത്തിലുള്ള മറ്റു നീക്കങ്ങളും സമാന്തരമായി നടത്തുന്നുണ്ട്. എന്തായാലും ഈ യോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി ഇന്ന് സേനാ തലവന്മാരെ കാണുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന വിഷയമെന്താണ്? അതിർത്തിയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചേക്കാം. ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് ഒരുക്കമിടുകയാണോ? അങ്ങനെയെങ്കിൽ നാളെ സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമോ എന്ന പ്രധാനപ്പെട്ട ആകാംക്ഷയുയർത്തുന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. സജിത്ത്, അതിലേറ്റവും പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ, സമയം വളരെ കുറവാണ്, ലക്ഷ്യം വലുതാണ് എന്നുള്ളത്, അത് ഇതിനൊരു മുന്നോടിയായുള്ള ഒരു വാക്കുകളായി നമ്മൾ കാണേണ്ടേ? ഏകദേശം തീരുമാനങ്ങളാകുന്നു, ഇനി അത് നടപ്പിലാക്കുക എന്നതാണ് ഇപ്പോൾ ചേരുന്ന യോഗങ്ങളുടെ അജണ്ട എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അശ്വതി, പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുത്ത ആ യോഗത്തിന് അത്തരമൊരു സ്വഭാവമുള്ള യോഗമായിരുന്നില്ല. അദ്ദേഹം മറ്റു ചില വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടയിലാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചത്. അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ ഏതെങ്കിലും സാഹചര്യം കൊണ്ടല്ല താൻ ഇത് പറയുന്നത് എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മറ്റു ചില സൂചനകൾ നൽകുന്നുണ്ട്. മാധ്യമങ്ങളടക്കം അത് സ്വാഭാവികമായും ആ സാധ്യത തന്നെയാണെന്ന വിലയിരുത്തലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ അത്തരമൊരു പ്രസക്തി തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തി ഏറുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ നേതാക്കളുടെ പ്രസ്താവനകളും ആ തരത്തിലാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നീക്കം? നാളത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട നീക്കം എന്തായിരിക്കുമെന്നത് ഏറെ ആകാംക്ഷയായി മാറുകയാണ്. നാളത്തെ ദിവസം അതുകൊണ്ട് തന്നെ നിർണായകമാണ് താൻ. ശരി, നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് ഡൽഹിയിൽ യോഗം ചേർന്നു. ഇതിനിടെ തിരിച്ചടി ഉടനുണ്ടാകുമെന്ന സൂചന പ്രധാനമന്ത്രിയും പങ്കുവച്ചു. നാളെയാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം. ഇതിന് മുന്നോടിയായി ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ പങ്കെടുത്തു. പാകിസ്ഥാനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചന പങ്കുവയ്ക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെയും വാക്കുകൾ. हमने विकसित भारत के लक्ष्य के लिए अगले 25 वर्षों की समय सीमा तय की है. हमारे पास समय सीमित है, लक्ष्य बड़े हैं. ഇതിനിടെ പെഹൽഗാമിൽ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികൾക്കായി തിരച്ചിൽ ശക്തമാക്കി സൈന്യം. കാശ്മീരിലെ വനമേഖലകളിലാണ് തിരച്ചിൽ നടക്കുന്നത്. അക്രമ സമയത്ത് പെഹൽഗാമിൽ സ്ലിപ്പ് ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും NIA ചോദ്യം ചെയ്യുന്നുണ്ട്. വെടിവെപ്പ് നടന്നപ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തുവന്നു. എന്നാൽ അള്ളാഹു അക്ബർ വിളിച്ചത് സ്വാഭാവിക പ്രതികരണമാണെന്നും വെടിവെപ്പിൽ തന്റെ മകന് പങ്കില്ലെന്നുമാണ് സ്ലിപ്പ് ലൈൻ ഓപ്പറേറ്ററുടെ പിതാവിന്റെ പ്രതികരണം. വെടിവെപ്പ് സമയത്തെ പുതിയ ദൃശ്യങ്ങളും പുറത്തുവന്നു.
പഹൽഗാം സംഭവത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗ്രീസ്, സൈപ്രസ് വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. ഇതിനിടെ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാനും. സിന്ധു നദിയിലെ വെള്ളം തടയുന്നതിനെതിരെ പാകിസ്ഥാൻ ലോകബാങ്കിനെ സമീപിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി NIA. ആക്രമണ സമയത്ത് മരത്തിനു മുകളിൽ ഒളിച്ചിരുന്ന പ്രദേശവാസിയെ ബൈസറണിലെത്തിച്ച് ആക്രമണരംഗം NIA പുനരാവിഷ്കരിച്ചു. ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും NIA രേഖപ്പെടുത്തി. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷിം മൂസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം തുടരുകയാണ്. കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെയും സംഭവസ്ഥലത്തുണ്ടായിരുന്ന പ്രദേശവാസികളുടെയും മൊഴി NIA രേഖപ്പെടുത്തി. ബൈസറണിലെ ഭീകരാക്രമണ രംഗവും NIA പുനരാവിഷ്കരിച്ചു. ആക്രമണ സമയത്ത് 1 മണിക്കൂറിലധികം നേരം മരത്തിൽ ഒളിച്ച പ്രദേശവാസിയെ ബൈസറണിലെത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ഭീകരരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ മരത്തിൽ കയറിയത്. നടന്ന സംഭവം ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും NIA ശേഖരിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് 400-ലധികം പേരുണ്ടായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് 3 ദിവസം മുമ്പ് ബൈസറണിൽ നിന്ന് ഭീകരരുടെ സാമ്യമുള്ള ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും മുംബൈയിലെത്തിയ NIA സംഘം രേഖപ്പെടുത്തി. മൊഴിയെടുപ്പ് 5 മണിക്കൂർ നീണ്ടതായി ശ്രീജിത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്നലെ രാവിലെ മുംബൈ ഹെഡ് ഓഫീസിൽ NIA വിളിച്ചിട്ട് മോർണിംഗ് തൊട്ട് ഏകദേശം 5 മണിക്കൂറോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അവരുടെ ടെക്നിക്കൽ ടീം SP DYSP ലെവലിലുള്ള സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു NIA മുംബൈയിൽ. പിന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. പക്ഷെ അത് മീഡിയയോട് ഔട്ട് ചെയ്യരുതും, ചില സീക്രട്ട് കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റിയുടെ കാരണം എല്ലാ കാര്യങ്ങളും മീഡിയയോട് പറയരുതു എന്ന് പറയുന്ന കാരണം. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സംഘത്തിലെ 2 പേര് 1.5 വർഷം മുമ്പാണ് ഇന്ത്യയിലെത്തിയത്. സാംബ അതിർത്തിയിലൂടെയാണ് ഹാഷിം മൂസയും അലിഭായ് എന്ന് വിളിക്കുന്ന തൽഹയും നുഴഞ്ഞു കയറിയത്. ഇതിൽ ഹാഷിം മൂസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. സെഡ്മോർ ടണൽ ആക്രമണത്തിന് പിന്നിലും മൂസയാണെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇവർ ഇപ്പോൾ അനന്തനാഗ് മലനിരകളിലുണ്ടെന്നാണ് നിഗമനം. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വിഷയം ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് തുറന്നടിച്ചു. The whole world has heard Pakistan's Defense Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. എന്നാൽ നിയന്ത്രണ രേഖയിൽ 5-ാം ദിവസം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ തീവ്രവാദി ആക്രമണത്തെ മുൻനിർത്തി രാഷ്ട്രീയ വിവാദവും ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനും മൌനമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നടത്തുന്ന കടുത്ത വിമർശനം പാക് രാഷ്ട്രീയ നേതാക്കളും ഏറ്റെടുത്തു. പാകിസ്ഥാൻ ഏജന്റായി കോൺഗ്രസ് മാറിയെന്നാണ് BJP നൽകിയ മറുപടി. തീവ്രവാദത്തെ ചെറുക്കാൻ സർക്കാരിനൊപ്പമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് മൗനമെന്ന പ്രചരണത്തിന് തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പെഹൽഗാമിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങളുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കണം. സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ കോൺഗ്രസ് ചോദിക്കുന്നു, How did heavily armed terrorists cross the border? How did they travel 200 kilometers inside our territory? How did such a massive intelligence failure happen? Why was there no security where thousands of tourists had gathered? പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസിന്റെ വിമർശനം ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നു. മോഡി സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് പാകിസ്ഥാനെ ബലിയാടാക്കുന്നുവെന്ന് ആരോപിച്ച് പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ രംഗത്ത് വന്നു. Pakistan is sick and tired of the Modi government scapegoating Pakistan for every single security failure within India and then within the Indian context, him scapegoating the Muslims of Kashmir and Muslims elsewhere for his own internal problem. ഇതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നൽകിയ കത്തിനോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.